ഹായ് സ്റ്റുഡൻറ്റ്, ഇന്ന് നമ്മൾ നോക്കുന്നത് RSA ക്രിപ്റ്റോ സിസ്റ്റത്തിനെ പറ്റിയാണ്. അപ്പോൾ RSA പ്രോസസ്സിങ്ങിൽ നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 സ്റ്റെപ്സാണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കീ ജനറേഷൻ, സെക്കൻഡ് വൺ എൻക്രിപ്ഷൻ ആൻഡ് തേർഡ് വൺ ഡീക്രിപ്ഷൻ. അതിൽ ഫസ്റ്റ് വൺ RSA കീ ജനറേഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്കറിയാം RSA എന്ന് പറയുന്നത് ഒരു അസിമെട്രിക് കീ ആണ്. ദാറ്റ് ഈസ് ക്രിപ്റ്റോഗ്രാഫിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് എന്തെന്ന് RSA എന്ന് പറയുന്നത്. RSAയിൽ നമ്മൾ 2 കീസാണ് യൂസ് ചെയ്യുന്നത്. പബ്ലിക് കീയും ഉണ്ട്, പ്രൈവറ്റ് കീയും ഉണ്ട്. ഇപ്പം ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഇമാജിൻ ചെയ്യുവാണ്, നമുക്കൊരു പബ്ലിക് കീ എന്ന് പറയുന്നത് ഒരു ലോക്കായിരിക്കും. പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഒറിജിനൽ കീ ആയിരിക്കും. അപ്പം ഇതാണ്, അതായത് ഒരു ലോക്ക് ദി ബോക്സ്, അതായത് എനിവൺ ക്യാൻ ലോക്ക് ദി ബോക്സ് ആൻഡ് ബട്ട് ഓൺലി ഓണർ ക്യാൻ ഓപ്പൺ ഇറ്റ്. അപ്പോൾ ഈ ഒരു സെയിം ഐഡിയ ആണ് നമ്മൾ എന്ത് ചെയ്യണത് RSAയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വൈ RSA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഹാക്കറിന് ആ മെസ്സേജ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെസ്സേജിന് നമുക്ക് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി, ഹാക്കറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ തന്നിരിക്കുന്ന മെസ്സേജിനെ നമ്മൾ എൻക്രിപ്റ്റഡ് ഫോമിലേക്ക് മാറ്റിയിട്ടായിരിക്കും ആ മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഡിഫറെൻറ്റ് സ്റ്റെപ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് RSA കീ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ RSA കീ ജനറേഷന് നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ റിലേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് നമ്മൾ ജനറേറ്റ് ചെയ്യണത്. ഒരിക്കലും ഗസ് ചെയ്തുകൊണ്ട് നമുക്കൊരു കീ അവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഇത് നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫോം ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യം 2 പ്രൈം നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും. അപ്പോൾ എന്താണ് പ്രൈം നമ്പർ എന്ന് നമ്മൾ നോക്കണം. പ്രൈം നമ്പർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രൈം മീൻസ് എന്താ, ഡിവിസിബിൾ ഓൺലി ബൈ 1 ആകാം, അല്ലെങ്കിൽ ഇറ്റ് സെൽഫ് ആകാം. അതാണ് എന്തെന്ന് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ 5 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. 11 എന്ന് പറയുന്നത് എന്താ, പ്രൈം നമ്പറാണ്. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ ഡിവിസിബിൾ ബൈ 1 ആൻഡ് 5 ഓൺലി ആണ്. 11ഉം ഓൾസോ ഡിവിസിബിൾ ബൈ 1 ആൻഡ് 11 ഓൺലി ആണ്. അപ്പോൾ സോ ഞാനിവിടുത്തെ ഇരിക്കുന്ന 2 പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 5ഉം 11 ആണ്. അപ്പോൾ ബോത്ത് ആർ എന്തെന്ന് നമുക്ക് പറയാം, പ്രൈം ആണെന്ന് പറയാം. അപ്പോൾ 5 ഞാനിവിടെ അസൈൻ ചെയ്തിരിക്കുന്നത് P എന്ന് പറഞ്ഞ വേരിയബിളിലാണ്. 11 അസൈൻ ചെയ്തിരിക്കുന്നത് Q എന്ന് പറയുന്ന വേരിയബിളിലാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് N ആണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു എൻക്രിപ്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫോർമുലയാണ് N=P × Q എന്ന് പറയുന്നത്. അപ്പം N=P × Q എന്ന് പറയുമ്പോൾ Pയുടെയും Qയുടെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 5 × 11 55 എന്ന് കിട്ടി. അപ്പോൾ സോ N യൂസ് ചെയ്തിരിക്കുന്നത് എന്താ, ബോത്ത് കീസാണ്. അതായത് പബ്ലിക് കീയും യൂസ് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് കീയും യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദി എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. ഇനി സ്റ്റെപ്പ് 3യിൽ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ സ്റ്റെപ്പ് 3യിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓയിലർ ടോഷൻ ഫംഗ്ഷനാണ്. നമ്മളിത് ഓൾറെഡി ഓയിലർ ഫംഗ്ഷൻ പഠിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓയിലർ ടോഷൻ ഫംഗ്ഷൻ. ഓയിലർ ടോഷൻ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത് 5 വെച്ചിട്ടാണ്, φ(n). അപ്പോൾ ഫോർ RSAയുടെ കേസിൽ φ(n)ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P-1 × Q-1 ആണ്. ദെൻ N-ൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, 55 ആണെന്നുള്ളത്. Pയുടെയും Qയുടെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് φ(55) എന്ന് പറയുന്നത് 40 എന്ന് നമുക്ക് കിട്ടും, അല്ലേ? അപ്പം ഇനി നമുക്ക് ചോദിക്കുവാണ്, വൈ φ(n) ഈസ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് യൂസ് ടു ദി പബ്ലിക് കീ ആൻഡ് ദി കാൽക്കുലേറ്റ് ദി പ്രൈവറ്റ് കീ. അപ്പം നമ്മളൊരു പബ്ലിക് കീ ചൂസ് ചെയ്തിട്ട് അത് ചൂസ് ചെയ്യാനും അതുപോലെ തന്നെ പ്രൈവറ്റ് കീ കാൽക്കുലേറ്റ് ചെയ്യാനുമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓയിലർ ടോഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു RSAയുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എന്തെന്ന്, ഓയിലർ ടോഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പബ്ലിക് എക്സ്പോണൻറ്റ്, അതായത് നമ്മൾ ചൂസ് ചെയ്യണം. അത് പബ്ലിക് കീ എക്സ്പോണൻറ്റ് ചൂസ് ചെയ്യാൻ മീൻസ് നമ്മൾ കുറച്ച് റൂൾസ് ഉണ്ട് എക്സ്പോണൻസിന് വേണ്ടി. അപ്പോൾ അതിൽ പറയുന്ന റൂൾസ് എന്ന് പറയുന്നത് 1 > E φ(n) ആണ്. അതുപോലെ GCD ഓഫ് E φ(n) = 1 ആണ്. അപ്പോൾ ഈ 2 കണ്ടീഷനും നമുക്ക് ട്രൂ ആണോ എന്നുള്ളതാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നോക്കി, 1 > E φ(n)ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം എന്താണെന്നുള്ളത്, 40 ആണെന്നുള്ളത് അറിയാം. അപ്പോൾ സോ ഞാൻ ആ വാല്യൂ എന്ത് ചെയ്തു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ 1 > E എന്ത് വന്നു, 40 എന്ന് വന്നു. ഇനി ഞാൻ അടുത്ത രണ്ടാമത്തെ ഇക്വേഷനിൽ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം 2ഉം 3ഉം ആയിട്ടാണ് നമ്മൾ അവിടെ ഫോം ചെയ്തിരിക്കുന്നത് എക്സ്പോണൻറ്റ് വാല്യൂസ്. അപ്പോൾ സോ E = 2 കൊടുത്തു കഴിഞ്ഞപ്പോൾ GCD ഓഫ് 2, 40 വന്നു. അപ്പോൾ സോ 2 എന്ന് പറയുന്നത് നമുക്ക്
1 അല്ല കിട്ടിയിരിക്കുന്നത്. E=3 കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് വന്നേക്കണത്, GCD ഓഫ് E, 40 = 1 എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ പോസിബിൾ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വരാം, 3 വരാം, 7 വരാം, അതുപോലെ 9 വരാം, 11 വരാം, 13 വരാം. അപ്പോൾ ഏത് വേണമെങ്കിലും വാല്യൂസ് വരാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനിപ്പം ചൂസ് ചെയ്തിരിക്കുന്ന എക്സ്പോണൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 3 ആണ് ഇപ്പം ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ബോത്ത് റൂൾസ് ആർ സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം എന്താ, 1നും 40നും ഇടയിലുള്ള വാല്യൂ ആണ് എന്തെന്ന് 3 എന്ന് പറയുന്നത്. അപ്പോൾ അപ്പം നമ്മളിവിടെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എൻക്രിപ്ഷൻ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എന്താ പബ്ലിക് കീ ആണെന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കീ എക്സ്പോണൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ പ്രൈവറ്റ് എക്സ്പോണൻറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണതാണ് സ്മോൾ ലെറ്റർ D എന്ന് പറയുന്നത്. ഇതും നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, നമ്മൾ ഡീക്രിപ്ഷൻ ചെയ്യുവാണ്. അപ്പോൾ സോ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് D × E, ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ഓഫ് 1 mod 5 of n. അപ്പോൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷനാണ് 3D = 1 + 40k. അതായത് ഫോർ സം ഇൻറ്റിജർ ഓഫ് k ആണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതായത് AX - KN = 1 ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആണെന്നുള്ളത് രീതിയിൽ കോൺസ്റ്റൻറ്റ് വാല്യൂ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ സെയിം ത്രൂവിൽ തന്നെയാണ് നമ്മളിവിടെയും പറയണത്. അപ്പോൾ സോ ഞാൻ ട്രൈ k = 1 കൊടുക്കുക, k = 2 കൊടുക്കുക. അപ്പോൾ നമ്മൾ നോക്കാം, അപ്പോൾ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഇൻറ്റിജർ വാല്യൂ നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ k = 1 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13.67 ആണ്. അപ്പോൾ നോട്ട് എ ഇൻറ്റിജർ ആണ്. അതുപോലെ k = 2 കൊടുക്കുമ്പോൾ 27 ആണ്. 27 എന്ന് പറയുന്നത് എന്താ, ഇൻറ്റിജർ വാല്യൂ ആണ്. അപ്പോൾ സോ നമുക്ക് അവിടെ 2 നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 27 എന്ന് കിട്ടി. സോ നമുക്ക് എന്താ, D എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് E മോഡുലോ ഓഫ് 5 of n ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫൈനൽ RSA കീ വാല്യൂ നമുക്ക് എഴുതാം. നമ്മുടെ പബ്ലിക് കീയുടെ വാല്യൂ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, E, n ആണ്. അപ്പോൾ ഇയുടെ വാല്യൂ 3 ആണ്. 3 ആണെങ്കിൽ നമ്മുടെ എന്നിൻ്റെ വാല്യൂ എത്രയായിരുന്നു, ഇവിടെ 55 ആയിരുന്നു. അതുപോലെ പ്രൈവറ്റ് കീ ആണെങ്കിൽ D, n ആണ്. അപ്പോൾ സോ നമ്മുടെ വാല്യൂ എന്ത് വരും, 27,55 എന്ന് വരും. ഇനി നമ്മളടുത്ത് പറയുവാണ് വൈ RSA കീ ജനറേഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം എക്സ്പോണൻ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്യുക. E മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്, പബ്ലിക് കീ ആയിരിക്കും. D മീൻസ് ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് കീ ആണ്. അതായത് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എന്താ, D ക്യാൻ റിവേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യണത്, അവിടെ E കിട്ടുന്നത്. അതുപോലെയാണ് നേരെ തിരിച്ച്. അപ്പം നമുക്ക് Pയുടെയും Qയുടെയും വാല്യൂ നമുക്ക് അറിയാതെ നമുക്കൊരിക്കലും നമുക്ക് D അവിടെ നമുക്ക് ഫോം ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഹാർഡായിരിക്കും. കാരണം നമ്മളിവിടെ Pയും Q എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടൊരു പ്രൈം നമ്പർ എടുത്തിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇത് രണ്ടും ഇല്ല എങ്കിൽ നമുക്ക് അവിടെ ജനറേഷൻ എന്തായിരിക്കും, കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടായിരിക്കും നമുക്ക് ഫോം ചെയ്യണത്. അപ്പോൾ ഇവിടെ Pയുടെ വാല്യൂ ഞാൻ 7ഉം Qയുടെ വാല്യൂ 13 കൊടുത്ത്, എന്നിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഞാൻ അവിടെ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും എന്ത് ചെയ്തു, അനദർ പബ്ലിക് കീ പ്രൈവറ്റ് കീസ് കിട്ടി. E, n അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, D, n കിട്ടി. അപ്പോൾ 2 വാല്യൂസ് നമുക്ക് അവിടെ എന്ത് ചെയ്തു, ഫോം ചെയ്യാനായിട്ട് പറ്റി. ഇനി നെക്സ്റ്റ് വൺ ആണ് RSA എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം RSA എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു റീഡബിൾ മെസ്സേജിനെ ഒരു സീക്രട്ട് മെസ്സേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പബ്ലിക് കീ യൂസ് ചെയ്തിട്ടായിരിക്കും RSA എൻക്രിപ്ഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ RSA എൻക്രിപ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റിലേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ RSA എൻക്രിപ്ഷൻ്റെ മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് m<n എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ എൻക്രിപ്റ്റഡ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് എഴുതുക. RSA എൻക്രിപ്ഷൻ ഫോമിലെയാണ് നമ്മുടെ എന്തെന്ന് C = m⁻⁴ mod n എന്ന് പറയുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എമ്മിൻ്റെ വാല്യൂ ഇവിടെ ഞാൻ 7 ആണ് പ്ലെയിൻ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സോ എമ്മിൻ്റെ വാല്യൂ 7 കൊടുത്തു. ഈ എക്സ്പോണൻറ്റ് വാല്യൂ 3 ആണ്. മോഡ് 55 നേരത്തെ എക്സാമ്പിൾ തന്നെ എടുത്തിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഇനി എന്ത് ചെയ്യണം, പവർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പവർ കാൽക്കുലേറ്റർ നമുക്കറിയാം 7³ എന്ന് പറയുമ്പോൾ എന്താ 343 ആണ്. ഇനി മോഡിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ 343 മോഡ് 55 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ എൻ്റെ സൈഫർ ടെക്സ്റ്റ് വാല്യൂ എത്ര കിട്ടി, 13 കിട്ടി അല്ലേ. അപ്പം 7 എന്ന് പറയണ ഈ ഒരു മെസ്സേജിനെയാണ് ഞാൻ എന്തിലേക്ക് മാറ്റിയേക്കണത്, 30ലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഒരു നമ്പറിനെയാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തേക്കണത്, വീണ്ടും ഒരു അനദർ
ഒരു നമ്പർ മെസ്സേജ് കൊടുത്തപ്പോൾ എനിക്ക് ആ മെസ്സേജിനെ ഞാൻ എന്ത് ചെയ്തു, എൻക്രിപ്റ്റ് ചെയ്തു, വേറൊരു ഫോമിലേക്ക് ഞാൻ എന്ത് ചെയ്തു, മാറ്റി. അപ്പോൾ ഇനി ഞാനിപ്പം അതുപോലെ തന്നെ ഒരു നമ്പറിന് പകരം ഞാനിപ്പോൾ കൊടുക്കുന്നത് ഒരു ലെറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ലെറ്ററിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? നമുക്കറിയാം ഓരോ ലെറ്റേഴ്സിന് നമുക്ക് ഓരോ വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ വാല്യൂസ് യൂസ് ചെയ്തിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുക, കൺവേർഷൻ നടക്കുക. അപ്പോൾ ഇതേ നേരത്തെ സെയിം എക്സാമ്പിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. P=7 എടുത്ത് Q=11 എടുത്ത് എന്നിൻ്റെ വാല്യൂ ഞാനവിടെ 55 കൊടുത്തേക്കണ വരെ ഇവിടെ ഞാൻ 77 ഞാൻ കൊടുത്തു. അപ്പോൾ 5 വാല്യൂ നമുക്കറിയാം 60 കിട്ടി. യുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 7 ആണ് നമുക്ക് ഫോം ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ സോ എൻ്റെ പബ്ലിക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് E, N ആണ്. അപ്പോൾ സോ 7,77 ആണ്. അപ്പോൾ സ്റ്റെപ്പ് 3 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ലെറ്റേഴ്സിനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പം എൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് M=2 എന്ന് പറയുന്നത് 8 ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. 8 മീൻസ് എന്താ, H ആണ്. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന മെസ്സേജ് എന്തായിരുന്നു, H ആണ്. അപ്പോൾ Hൻ്റെ ഇക്വലൻറ്റ് വാല്യൂ ആണ് 08 എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മെസ്സേജ് 8 ആണ്. ഞാൻ അവിടെ സൈഫർ ടെക്സ്റ്റിൻ്റെ ഇക്വേഷനിലേക്ക് ഞാൻ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 57 ആണ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ Hനെയാണ് ഞാൻ എന്ത് ചെയ്തു, എൻക്രിപ്റ്റ് ചെയ്തു 57 ആക്കി മാറ്റിയിരിക്കുന്നത്. ഇതേ സെയിം വേ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഒരു വേർഡ് ആയിരിക്കാം. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന മെസ്സേജ് ഹായ് ആണ്. അപ്പം Hൻ്റെയും Iയുടെയും ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂസ് എടുക്കാം. അപ്പോൾ Hൻ്റെ വാല്യൂ 08 ആണ്, Iൻ്റെ വാല്യൂ 09 ആണ്. ഇനി ഇതിനെ സെയിം എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യണം. അതായത് Hൻ്റെ സൈഫർ ടെക്സ്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം, Iയുടെ സൈഫർ ടെക്സ്റ്റ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. എന്നിട്ട് രണ്ട് വാല്യൂസും കൂടി എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുക. അപ്പോൾ സോ എൻ്റെ ഹായ് എന്ന് പറഞ്ഞ മെസ്സേജിൻ്റെ എൻക്രിപ്റ്റഡ് ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും, 57,48 ആയിരിക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് RSA എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി സെയിം മാനറിൽ തന്നെയാണ് RSA ഡീക്രിപ്ഷൻ. അപ്പോൾ RSA ഡീക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എൻക്രിപ്ഷൻ നമ്മൾ പബ്ലിക് കീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് കീ ആയിരിക്കും. അപ്പോൾ ഒരു സീക്രട്ട് മെസ്സേജ് ആയിരിക്കും. അതായത് നേരെ തിരിച്ച് ഒരു സീക്രട്ട് മെസ്സേജിനെ നമ്മുടെ ഒറിജിനൽ മെസ്സേജിലേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് പ്രൈവറ്റ് കീ D,N എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോ ഞാനിവിടെ ഫസ്റ്റ് ഞാൻ സൈഫർ ചെയ്തിരിക്കുന്നത് ഒരു വാല്യൂ മെസ്സേജ് എന്ന് പറഞ്ഞേക്കുന്ന സീക്രട്ട് കോഡ് എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ 13 ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. 13 നമ്മൾ തിരിച്ച് നമ്മുടെ നോർമൽ മെസ്സേജിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ C=13 ആണ്. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മുടെ ഇക്വേഷനിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 13 mod 55 ആണ്. നമ്മുടെ 13ൻ്റെ പവർ നമ്മൾ കണ്ടുപിടിക്കുക. പവർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് എന്താ വരും, ആ കറസ്പോണ്ടിങ് വാല്യൂസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, സമ്മേഷൻ ചെയ്തു. പവർ ഓഫ് 2ൻ്റെ സമ്മേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്താ, ഇത് നമ്മൾ ട്രയൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് ചെയ്യണ പോലെ തന്നെ സെയിം വേ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തു പവറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിനെയും mod 55 വെച്ചിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 31 × 36 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 116 mod 55 16 കിട്ടും. ഇനി 16 × 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 64 mod 55 കിട്ടും. അതുപോലെ തന്നെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും, 7 എന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ഇവിടെ കിട്ടുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഒറിജിനൽ മെസ്സേജ്. അപ്പോൾ ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ കേസിലും എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നതും എന്തായിരുന്നു, ഈ 7 നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നേക്കണത്, 13 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതേ സെയിം മാനറിൽ തന്നെ 13 ഞാൻ ചെയ്തപ്പോഴും എനിക്ക് എന്താണ് ആൻസർ കിട്ടിയിരിക്കുന്നത്, 7 ആണ് അവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനി ഞാനൊരു ലെറ്ററിനെയാണ് ചെയ്തേക്കണത്. ഇപ്പോൾ ലെറ്റർ ഞാൻ ഇപ്പം കൊടുത്തിരിക്കുന്നത് സൈഫർ ടെക്സ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതാണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വാല്യൂ വെച്ചിട്ടാണ് ഞാൻ അവിടെ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്നത് 57 ആണ്. അപ്പോൾ 57 വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആൻസർ അത് കിട്ടി, 8 കിട്ടി. അപ്പോൾ ഈ 8 എന്ന് പറയുന്നത് എന്താ, Hനെയാണ് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ Hനെയാണ് ഞാൻ എന്ത് ചെയ്തേക്കണത്, തിരിച്ച് ആക്കിയിരിക്കുന്നത്. Hലേക്ക് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സീക്രട്ട് കോഡിനെ എൻ്റെ ഒറിജിനൽ മെസ്സേജിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഞാൻ ലെറ്റർ ആണെങ്കിലും സെയിം മാനറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താ, C=M⁻E mod n ആണ്. അത് പബ്ലിക് കീ ആണ് യൂസ് ചെയ്യണത്. ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് പ്രൈവറ്റ് കീ ആയിരിക്കും. അതിനാണ് നമ്മൾ M=C⁻D mod n എന്ന് പറഞ്ഞിട്ടുള്ള ടേമിലായിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് എന്തെന്ന്
എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നമ്മൾ RSA മെത്തേഡ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്തേക്കണത്. അപ്പോൾ RSA എന്ന് പറയുന്നത് ഒരു സെക്യൂർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സെക്യൂർ ആണ്. പക്ഷെ അത് ലാർജ് പ്രൈം നമ്പേഴ്സിന് നമുക്ക് വെരി ഡിഫിക്കൽട്ടാണ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനായിട്ട്. പക്ഷേ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ സോ ഇത് എന്താ വെരി സെക്യൂർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് RSA നമ്മൾ പെർഫോം ചെയ്യുന്നത്.